എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 28-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു തെലുങ്കു സൈക്കോളജിക്കൽ ഡ്രാമ ഡാർക്ക് കോമഡി ചിത്രമാണ് റാവോ ബഹദൂർ. സത്യദേവ് പ്രധാന വേഷത്തിലെത്തി വെങ്കടേഷ് മഹ സംവിധാനം ചെയ്ത ഈ സിനിമ ജാതിയും പാരമ്പര്യവും സാമൂഹിക വ്യവസ്ഥകളും മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങളെയാണ് ചിത്രം വരച്ചു കാണിക്കുന്നത്. ജൂലൈ മാസം 31 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്കു, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രശസ്തമായ ഈവിൾ ഡെഡ് ഹൊറർ ഫ്രാഞ്ചൈസിയിലെ പുതിയ ചിത്രമാണ് ഈവിൾ ഡെഡ് ബേൺ. അബദ്ധത്തിൽ എത്തിപ്പെടുന്ന ദുർമന്ത്രവാദത്തിന്റെയും ഭീതിയുടെയും ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ കഥാപാത്രങ്ങൾ നടത്തുന്ന ജീവന്മാന പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സിനിമ ആരംഭിക്കുന്നത് ഇതിന്റെ മുൻഭാഗമായ ഈവിൾ ഡെഡ് റൈസ് എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി. അതിലെ മെക്സിക്ക എന്ന പ്രേതം ബാധിച്ച രൂപം ഒരു തടാകക്കരയിൽ വെച്ച് രണ്ട് മീൻപിടുത്തക്കാരെയും ആലീസിന്റെ ഭർത്താവായ വില്യംസിനെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് നമുക്ക് സിനിമയിലൂടെ കാണാൻ കഴിയുന്നത്. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് മാസം 4-ാം തീയതിയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 11-ാം തീയതിയോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു തമിഴ് റൊമാന്റിക് കോമഡി ഫാമിലി എന്റർടൈനറാണ് അൻപേ ഡയാന. പാരി ഇളവഴകൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയിൽ പാരി ഇളവഴകൻ, രമ്യ രംഗനാഥൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. പെരുമ്പാവൂരിലെ ഒരു തെലുങ്ക് കുടുംബത്തിലെ യുവാവും ആംഗ്ലോ ഇന്ത്യൻ യുവതിയും തമ്മിലുള്ള പ്രണയവും അതിനെ തുടർന്ന് നായകന്റെ കുടുംബത്തിൽ നിന്നും ജാതിപരമായ എതിർപ്പുകളും ഉണ്ടാകുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 14 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഡോക്ടർ ബെന്നറ്റ്. മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകൾ, ഹിപ്നോട്ടിസം, മനസ്സിനെ സ്വാധീനിക്കൽ, പ്രതികാരം എന്നിവയിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സൈക്കോ ക്രൈം ത്രില്ലർ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ മൂവിയാണ് ചും. മെഡിറ്ററേനിയൻ കടലിൽ ഒരു ആഡംബര യാത്രയ്ക്ക് പോകുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾക്ക് ഈ യാത്രയ്ക്കിടയിൽ രണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതിലൊന്ന് കൂടെയുള്ള ഒരാൾ സൈക്കോപതിക് കൊലയാളിയും മറ്റൊന്ന് സ്രാവിന്റെ ആക്രമണവുമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജൊനാഥൻ സക് സംവിധാനം ചെയ്ത ഈ സർവൈവൽ ത്രില്ലർ സിനിമ ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ജൂലൈ മാസം 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം ക്രൈം ത്രില്ലർ സീരീസ് ആണ് കാലം പറഞ്ഞ കഥ. പ്രസാദ് നൂർനാണ്ട് സംവിധാനത്തിൽ കേരളക്കരയെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. പകൽ വെളിച്ചത്തിൽ ഒരു യുവാവ് നടത്തുന്ന 6 ക്രൂരമായ കൊലപാതകങ്ങളും അതിന് പിന്നിലെ മാനസികാവസ്ഥയുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയിൽ പുലിമുരുകൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ അജാസ് ആണ് പ്രധാന വേഷത്തിലെത്തുന്നത്. രശ്മി അനിൽ, മാസ്റ്റർ അർജിത്ത് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് ഡ്രാമ ഫിലിമാണ് നൂറുസാമി. ശശി സംവിധാനം ചെയ്ത് വിജയ് ആന്റണി, സ്വാസിക എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജീവിതകാലം മുഴുവൻ മക്കൾക്കായി ജീവിച്ചൊരമ്മ തന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു പങ്കാളിയെ തേടുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന സമൂഹവും സ്വന്തം മക്കളും തമ്മിലുള്ള പോരാട്ടവുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 31 മുതൽ C5 തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് ധമാൽ 4. ഷൈൻ താൻ സിംഗിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മറഞ്ഞിരിക്കുന്ന വലിയ നിധിയെക്കുറിച്ചാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഏകദേശം 200 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 192,85,00,000 അജയ് ദേവഗൺ, ഹൃദേശ് ദേശ്മുഖ്, അർഷാദ് വാർസി, സഞ്ജയ് മിശ്ര എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ മാസം 4-ാം തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹോളിവുഡ് കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ വെബ് സീരീസ് ആണ് സ്റ്റെർലിംഗ് പോയിന്റ്. മെഗൻ പാർക്ക് സംവിധാനം ചെയ്ത സീരീസ് കുടുംബ ബന്ധങ്ങളുടെ രഹസ്യങ്ങളും കൗമാരപ്രായത്തിലെ സൗഹൃദങ്ങളും പ്രമേയമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആകെ 8 എപ്പിസോഡുള്ള ഈ സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് 5 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മൂവി ഗാട്ടാ ഗുസ്തി 2. 2022 പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലെ രസകരമായ പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പ്രധാന കാതൽ. ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് പൈതലാട്ടം. കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം പരമ്പരാഗത ആചാരങ്ങളെയും തെയ്യം കലാകാരന്മാരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന കൊലപാതകവും അതന്വേഷിക്കാനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെളിപ്പെടുന്ന രഹസ്യങ്ങളും വഞ്ചനകളും ഈ സിനിമയെ ഒരു മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുത്തുന്നു. 2026 മെയ് മാസം 29 തിയേറ്ററുകളിൽ എത്തിയ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ജൂലൈ മാസം 31 മുതൽ സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി റൊമാന്റിക് കോമഡി ചിത്രമാണ് ഹേയ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹേ. ഡേവിഡ് ധവാൻ സംവിധാനത്തിൽ വരുൺ ധവാൻ, പൂജ ഹെഗ്ഡെ, മൃണാൾ താക്കൂർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രണയവും നർമ്മത്തിൽ ചാലിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. C5 ജൂലൈ മാസം 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം സൈക്കോളജിക്കൽ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്
ബാലൻ. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തുടങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി ഇതിനോടകം തന്നെ ഇടം പിടിച്ച ബാലന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും.